ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ന്യൂ ബിഗിനിങ്സ് സിറ്റീസ് ആൻഡ് സ്റ്റേറ്റ്സ് പേജ് നമ്പർ 68, 69 അപ് ടു ദിസ് ഇതുവരേക്കാണ് നമ്മൾ 70 ഇതുവരേക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഫസ്റ്റ് ഇൻട്രോയിൽ എന്താണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് മലയാളത്തിൽ പറഞ്ഞു തരാം. അതിനുശേഷം ഞാനിവിടെ ആ പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പോയിൻ്റായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിൽ പോയിൻറ്റ്സ് മാത്രം എടുത്ത് പഠിക്കാൻ പറ്റും. എക്സാം ടൈമിൽ പോയിൻറ്റ്സാണ്, ആ സമയത്ത് ഫുൾ ബുക്സ് ഇരുന്ന് വായിക്കാനുള്ള സമയമില്ല എന്നുള്ളവർക്ക് പോയിൻറ്റ്സ് മാത്രം വേഗം നോക്കി വായിച്ചു പോകും. അത് ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ഈ പോയിൻറ്റിന് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ലെസണിൽ 4th ചാപ്റ്റർ ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യാസ് സെക്കൻഡ് അർബനൈസേഷൻ എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഇൻട്രോയിൽ പറയുന്നത്. അതായത് സെക്കൻഡ് മില്ലേനിയം BC ആ സമയത്ത് ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നതോടുകൂടിയിട്ട് ഇന്ത്യയിൽ അർബനൈസേഷൻ ഇല്ലാതായി എന്നാണ് പറയുന്നത്. പിന്നീടുള്ള പ്രധാന ഘടന, അതായത് വിപണികൾ, ഭരണം, പിന്നെ പ്രത്യേക തൊഴിലുകൾ, ശുചിത്വം, എഴുത്ത് എന്നിവ ഉള്ള, അതായത് നഗര സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള നഗര സംവിധാനങ്ങളൊക്കെ ഇല്ലാതായപ്പോൾ എന്താണ് മനുഷ്യർ, അതായത് അവിടെയുള്ള ആളുകളൊക്കെ ഗ്രാമജീവിതത്തിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെയാണ് ഇന്ത്യയുടെ, അതായത് ആദ്യ നഗരവൽക്കരണത്തിൻ്റെ അവസാനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് അർബനൈസേഷൻ ഡിസിൻറ്റഗ്രേറ്റഡ്. അപ്പോൾ ആദ്യത്തെ നഗരവൽക്കരണം ഇല്ലാതായി എന്ന് പറയപ്പെടുന്നത് ഈ ടൈമിലാണ്. എന്നിരുന്നാലും ഈ ഫസ്റ്റ് മില്ലേനിയം BC ആ സമയത്ത് ഗംഗാ സമതലങ്ങൾ, ഗംഗാ പ്ലെയിൻസ്, ഇൻഡസ് ബേസിൻ ആൻഡ് നൈബറിംഗ് റീജിയൻസ്, ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു, നഗര വളർച്ചയ്ക്ക് ഒരു പുതിയ ഘട്ടം അവർ കുറിച്ചു. ഇതിനെയാണ് ഇന്ത്യയുടെ രണ്ടാം നഗരവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവരെയും സ്പ്രെഡ് ആവുകയും ചെയ്തു. എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ അറിയപ്പെടുന്നത്? വി ഗെറ്റ് ഫ്രം ദിസ് 2 സോഴ്സസ്, ഫ്രം ദ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ആൻഡ് ഏൻഷ്യൻ്റ് ലിറ്ററേച്ചർ ഡിസ്ക്രൈബിംഗ് ദം വേദിക്, ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ലിറ്ററേച്ചേഴ്സ്. ഇങ്ങനെയുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ എല്ലാം എവിഡൻസ്, ഇങ്ങനെയെല്ലാം സംഭവിച്ചതിൻ്റെ എഴുത്ത് ഇതിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനെയാണ് ഇന്ത്യസ് സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അർബനൈസേഷൻ ഇല്ലാതാവുകയും പിന്നീട് ഇന്ത്യസ് സെക്കൻഡ് അർബനൈസേഷൻ ഉണ്ടായതിനെയും കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു 2-3 പോയിൻറ്റ്സ് മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ജനപദാസ് ആൻഡ് മഹാജനപദാസ്. എന്താണ് ജനപദാസ് ആൻഡ് മഹാജനപദാസ് എന്ന് നോക്കാം. ഓക്കെ, അതായത് സെക്കൻഡ് മില്ലേനിയം BC അവസാനത്തോടെ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യ. ഓക്കെ, നോർത്ത് ഇന്ത്യയിലുള്ള ജനങ്ങൾ, അവർ പൊതുവായ ഭാഷയും ആചാരങ്ങളുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ഒരു വംശം രൂപീകരിച്ചു. അതിനുശേഷം അവരെവിടെയാണോ താമസിക്കുന്നത് ആ ടെറിട്ടറിനെ ജനപദ എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഇതാരാണ് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ രാജ. ഓക്കെ, ഇറ്റ് വാസ് റൂൾഡ് ബൈ എ കിങ്. അതാന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ് പീപ്പിൾ. ഓക്കെ, ജന മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു ദ പീപ്പിൾ ആൻഡ് ഹാവ് സെറ്റ് ഫുഡ്. പദ മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു ദ ഹാവ് സെറ്റ് ഫുഡ്. ഓക്കെ, സോ ജനപദ അതാരാണ് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇറ്റ് വാസ് റൂൾഡ് ബൈ എ കിങ്. അതുപോലെ തന്നെ ഓരോ ജനപദയ്ക്കും ഇതുപോലെ പല ജനപദാസ് ഫോം ആവുകയും ഓരോ ജനപദയ്ക്കും എന്നൊരു സ്പെസിഫിക് ടെറിട്ടറി ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് മഹാജനപദ. മഹാജനപദ മീൻസ് ഇറ്റ്സ് നത്തിങ്, ഇറ്റ് ഈസ് എ ബിഗ്ഗർ, ദാറ്റ് ഈസ് ബിഗ്ഗർ യൂണിറ്റ്സ് ഓഫ് ജനപദ. ജനപദാസ് മെർജ് ആയതിനെയാണ് നമ്പർ ഓഫ് ജനപദാസ് ഉണ്ടാവും. ഓക്കെ, ദർ ആർ ലോട്ട് ഓഫ് ജനപദാസ്. പ്ലീസ് ടേക്ക് ദ പേജ് നമ്പർ 71. ഓക്കെ, ഇതിൽ നോക്കൂ, നമുക്ക് കുറേ കാണാൻ പറ്റും. ഇതെല്ലാം വന്നിട്ട് മഹാജനപദാസാണ്. അതായത് കുഞ്ഞു ചെറിയ ജനപദാസ് തമ്മിൽ ചേർന്നുണ്ടായതാണ് ഈ വലിയ ജനപദ. അതിനെയാണ് മഹാജനപദാസ് എന്ന് പറയുന്നത്. ചെറിയ ജനപദാസ് തമ്മിൽ ഒന്നിച്ചു ചേരുകയും അതിനെ മഹാജനപദാസ് എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു.
ഓക്കെ. മഹാജനപദാസ് ഇവിടെ ഇന്ത്യയിലെ ഈ സ്ഥലങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഇവിടെ 16 മഹാജനപദാസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് സ്ട്രെച്ചിങ് ഫ്രം ഗാന്ധാര ടു ആങ്ക ആൻഡ് അഷ്മക, ദാറ്റ് ഈസ് സെൻട്രൽ ഇന്ത്യ നിയർ ദ ഗോദാവരി റിവർ ടു ദിസ്. സോ ഇങ്ങനെയാണ് ഇവരുടെ ടെറിട്ടറീസ് എക്സ്പാൻഡഡ് ആയിരിക്കുന്നത്. ഓക്കെ. ഗാന്ധാര ടു ഈസ്റ്റ്, ആങ്ക ടു അഷ്മാക, ദാറ്റ് ഈസ് ഇറ്റ്സ് നിയർ ടു ദ സെൻട്രൽ ഇന്ത്യ നിയർ ദ ഗോദാവരി റിവർ. ഇതിൽ പവർഫുൾ മഹാജനപദാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജനപദാസോ മഗധ, കോസല ആൻഡ് വത്സ ആൻഡ് അവന്തി. സോ മഗധ ഇറ്റ്സ് ഇൻ ബീഹാർ, ഇറ്റ്സ് ഇൻ UP, ഉത്തർപ്രദേശ്, ആൻഡ് വത്സ and it's also in and Avanti. These two are in Madhya Pradesh. Okay, these two are in Madhya Pradesh. Rajagriha and Hosambi, these are the two capitals of this Magadha and Valsa. So these are the large fortified cities with moats and narrow gateway for the defense. What is moats? It's nothing, a deep wide ditch surrounding a fort or a fortified city, and it should be filled with the വാട്ടർ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഓരോന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഒന്നുകൂടി ഞാൻ ജനപദാസും മഹാജനപദാസും തമ്മിലുള്ള ഷോർട്ടായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ജനപദ, ഇറ്റ് ഈസ് എ സ്മോൾ കിങ്ഡം ഓർ എ ട്രൈബൽ സെറ്റിൽമെൻറ്റ്, വെറസ് മഹാജനപദ ഇറ്റ് ഈസ് എ ലാർജ് ആൻഡ് പവർഫുൾ കിങ്ഡം. ഓക്കെ. ജനപദാസ് ആക്ച്വലി ഇറ്റ് എക്സിസ്റ്റഡ് around 3000 years ago, and Mahajanapadas it existed around 2500 years ago. And Janapada, it was ruled by tribal chief or kings. Mahajanapadas ruled by strong king with big armies. So here Janapada it have a less organized administration, and Mahajanapadas have more organized tax system. So these are the two difference between the Janapadas and Mahajanapadas. Okay. പിന്നെ എന്തുകൊണ്ടാണ് മഹാജനപദാസ് ഇറ്റ്സ് മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഗംഗ പ്ലെയിൻസ്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ബിക്കോസ് ദ ലാൻഡ് വാസ് ഫെർട്ടൈൽ, വെരി ഫെർട്ടൈൽ ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. അതാണ് ഒന്നാമത്തെ കാര്യം. അഗ്രികൾച്ചറിന് ലാൻഡ് വളരെയധികം അനുയോജ്യമായ ഒരു പ്ലേസ് ആയിരുന്നു. സെക്കൻഡ് വൺ, അയേൺ ഓർ ഇൻ ദ മൗണ്ടെയ്ൻസ് ആൻഡ് ഹിൽസ്. സോ അവൈലബിലിറ്റീസ് അതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ടു മേക്ക് ദ വെപ്പൺസ് ആൻഡ് ടൂൾസ് ഫോർ ദെയർ ട്രേഡ്. Then next, new trade networks connected regions is available in these Gangetic plains. So these are all of these reasons the Mahajanapadas are concentrated in the Ganga plains. Okay, powerful states already ഞാൻ പറഞ്ഞു, Magadha, Kosala, Valsa and Avanti. So these are the 2 points in this section.